ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയാണ് പതിവ് പോലെ തന്നെ കുഞ്ഞിനോട് സംസാരിക്കുന്നൊക്കെയുണ്ട്. അതിനിടയിൽ അവളാണെങ്കിൽ കരയുകയാണ്. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഇനി അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാനുള്ള ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവിടേക്ക് മഞ്ജിമ വരുന്നുണ്ട്. ചേച്ചി എന്തിനാ എപ്പോഴും ഇങ്ങനെ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചേച്ചിക്ക് എന്തിനാ ഇത്ര വിഷമം എന്നൊക്കെ ചോദിക്കുമ്പോൾ, എടി എന്തൊക്കെ പറഞ്ഞാലും ഇതെൻ്റെ കുഞ്ഞല്ലേ, ഞാൻ അവളെ ഒരു ദിവസം വിട്ടുകൊടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ചേച്ചി ഇതൊരു കരാർ അടിസ്ഥാനമല്ലേ, അത് ചേച്ചിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ, നമ്മൾ പൈസ വാങ്ങിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് ശരി തന്നെയാണ്, പക്ഷേ എന്നാലും ഇതെൻ്റെ മോളല്ലേ, എൻ്റെ ചോരയല്ലേ, ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കും? ഇവളെ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, ചേച്ചി ഇങ്ങനെ സീരിയസ് ആവരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ എന്നുള്ള അവകാശം ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ, ചേച്ചി ഇങ്ങനെ പറയുന്നത് പോലെ തന്നെ ആ മേനോൻ സാറിന് എത്രയൊക്കെ കാര്യങ്ങൾ ഈ അവകാശവാദങ്ങൾ ഇറക്കാനുണ്ടാവും. കാരണം അയാൾ കൃത്യമായി തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് മീനാക്ഷിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ അത്ര ആരെങ്കിലുമൊക്കെ എത്തുമെന്ന് ചോദിക്കുമ്പോൾ മഞ്ജിമയ്ക്കാണെങ്കിൽ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാവുകയാണ്. മീനാക്ഷിയുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, കുഞ്ഞിനെ വിട്ടുകൊടുക്കുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ മഞ്ജിമയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നീട് മലേഷ്യയിലേക്ക് പോകുന്ന മേനോനും അങ്കിതയും വേഗം തന്നെ കാര്യങ്ങൾ നീക്കം ചെയ്യുകയാണ്. അതായത് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിലേക്ക് കിട്ടാനായിട്ട്. അങ്ങനെ ആദ്യത്തെ കടമ്പ അവർ കടന്നിരിക്കുന്നു. കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും മറ്റും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ആയിക്കഴിഞ്ഞിരിക്കുന്നു. പ്രതാപനാണെങ്കിൽ വിശേഷങ്ങൾ തിരക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് മേനോൻ പറയുന്നുണ്ട്, എടോ നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ച കാര്യം നടന്നിരിക്കുന്നു, കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട്, ഇനി അടുത്ത വരവിൽ തന്നെ കുഞ്ഞുമായിട്ട് മലേഷ്യയിലേക്ക് വരാമെന്ന്. ഇത് കേട്ട് പ്രതാപന് ഒത്തിരി സന്തോഷമാവുകയാണ്. കാരണം മുകുന്ദൻ അത്രയേറെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് അങ്കിതയും മുകുന്ദനും ചേർന്ന് കുഞ്ഞുമായിട്ടുള്ള ആ ഒരു വരവിനെക്കുറിച്ചുള്ള ഒരുപാട് പ്രതീക്ഷകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതാപനോട്. ഈ സമയം ഒത്തിരി വിഷമത്തോടു കൂടി തന്നെ തൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു മീനാക്ഷി. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.